വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളാണ് നമ്മൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. നേരത്തെ അനന്തപുരിയുടെ ഹൃദയഭാഗത്തുള്ള പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ, അവിടുത്തെ ഭക്തജന തിരക്ക്, ക്ഷേത്രത്തിന്റെ ഐതിഹ്യം, ക്ഷേത്രത്തിന്റെ നിർമ്മാണം, ഇക്കാര്യങ്ങളൊക്കെയാണ് എസ് ശാലിനി പങ്കുവച്ചത്. നേരെ നമുക്ക് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലേക്ക് പോകാം. അവിടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്നും എം മനോജ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. മനോജെ, ഈ കൊട്ടാരക്കര ക്ഷേത്രത്തിന്റെ ഒരു ഐതിഹ്യം പറയുമ്പോൾ കിഴക്കേക്കര ശിവക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം ആദ്യ കാലഘട്ടങ്ങളിൽ അറിയപ്പെട്ടത്. അന്ന് അവിടെ ഉപദേവതയായിരുന്ന, അതായത് പ്രധാനപ്പെട്ട ശിവക്ഷേത്രത്തിന് അടുത്തായുള്ള ഉപദേവതാ സങ്കല്പത്തിലാണ് അവിടെ ഗണപതി ഉണ്ടായിരുന്നത്. പിന്നീട് പ്രധാന വിഗ്രഹമായിട്ടുള്ള ശിവപ്രതിഷ്ഠയ്ക്കൊപ്പം തന്നെ പ്രാധാന്യം ലഭിക്കുന്ന നിലയിലേക്ക് അവിടുത്തെ ഗണപതി ചൈതന്യം വളരുന്നതൊക്കെ ആ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നിപ്പോൾ സ്വാഭാവികമായും വലിയ ഭക്തജനത്തിരക്കാണല്ലോ കൊട്ടാരക്കരയിലെ ഗണപതി ക്ഷേത്രത്തിലേക്കും ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് അവിടുന്ന് പങ്കുവെക്കാനുള്ളത് മനോജ്? മനോജ്, എന്തൊക്കെയാണ് കൊട്ടാരക്കര ക്ഷേത്രത്തിൽ നിന്നുള്ള വിശേഷങ്ങൾ? നേരത്തെ ഞാൻ പറഞ്ഞു വന്നത് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം സംബന്ധിച്ചായിരുന്നു. അതായത് അതൊരു ശിവക്ഷേത്രമായിരുന്നു. കിഴക്കേക്കര ശിവക്ഷേത്രം എന്ന പേരിലാണ് അത് അറിയപ്പെട്ടത്. ഇപ്പോഴും ശിവക്ഷേത്രമാണ്. എന്നാൽ ശിവവിഗ്രഹത്തിനൊപ്പം അവിടെ ഉപദേവതയായ ഗണപതിക്ക് കൂടി തുല്യമായ പ്രാധാന്യം ലഭിക്കുന്ന നിലയിലേക്ക് ആ ക്ഷേത്രം മാറുന്ന ഒരു പശ്ചാത്തലമൊക്കെ അതിന്റെ ഐതിഹ്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അവിടെ? തീർച്ചയായും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ശിവക്ഷേത്രമാണ്. പക്ഷേ ബാലഗണപതിയുടെ പ്രതിഷ്ഠ ഉള്ളത് കൊണ്ട് തന്നെ ഗണപതിയുടെ പേരിലാണ് ഈ ക്ഷേത്രം ഏറെ പ്രസിദ്ധമാകുന്നത്. എന്തായാലും ഇന്ന് ഈ വിനായക ചതുർത്ഥി ദിനത്തിൽ വലിയ തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിന് മുന്നിലൊക്കെ അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഓരോ ഭക്തരും അങ്ങനെ ക്യൂ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ച് ഗണപതിയെ ദർശിക്കുവാൻ വേണ്ടി അങ്ങനെ കാത്തു നിൽക്കുകയാണ്. പുലർച്ചെ മുതൽ തന്നെ ഈ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അവരുടെയൊക്കെ കൈകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ കറുകപ്പുല്ലും അതോടൊപ്പം നാളികേരവും ഒക്കെയായി അങ്ങനെ ഗണപതി ഭഗവാനെ ദർശിക്കുവാൻ വേണ്ടി എത്തിയിരിക്കുന്നവരാണ്. ഈ ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഈ ചതുർത്ഥി ദിനം അത് ഏറെ പ്രത്യേകതയുള്ള ഒരു ദിനമാണ്. ഗണപതി ഭഗവാന്റെ ഈ ഗണപതി ഭഗവാൻ അവതരിച്ച ദിവസം അത് ഏറെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഓരോ ഗണപതി ഭക്തരും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ ചരിത്രം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രതിഷ്ഠ ഏത് രീതിയിലാണെങ്കിലും ഗണപതി ഭഗവാന്റെ പേരിൽ ഈ ഒരു ക്ഷേത്രം പ്രസിദ്ധിയാർജിച്ചിരിക്കുന്നു. ഈ വിപുലമായിട്ടുള്ള ചടങ്ങുകളാണ് ഇന്ന് ഈ വിനായക ചതുർത്ഥി ദിനത്തിൽ ഇവിടെ നടക്കുന്നത്. അതായത് പുലർച്ചെ മുതൽ തന്നെ 1008 നാളികേരങ്ങൾ കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം അത് തുടർന്നുകൊണ്ടേയിരുന്നു. ഇനി ഗജപൂജയുണ്ട്, അതോടൊപ്പം തന്നെ ആനയൂട്ടുണ്ട്, അതോടൊപ്പം ശനിദോഷ നിവാരണ പൂജ, കളഭാഭിഷേകം, അങ്ങനെ ചടങ്ങുകൾ ഒരുപാട് ഇന്ന് ഈ ക്ഷേത്രത്തിലുണ്ട്. എന്തായാലും ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഈ ദിനം എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ഗണപതി ഭഗവാനെ ഒന്ന് ദർശിക്കുവാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുള്ളവരാണ്. ഈ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രത്തിന്റെ മുൻവശമാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിനായക ചതുർത്ഥി ദിനത്തിൽ ഇതിനോടനുബന്ധിച്ചുള്ള യജ്ഞങ്ങളുമൊക്കെ ഈ ക്ഷേത്രത്തിൽ തുടർന്നുകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിരവധി സ്ഥലങ്ങളിൽ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഗണേശ വിഗ്രഹങ്ങൾ എപ്പോഴും ഈ ദിനത്തിലും അവിടെ പൂജാതി കർമ്മങ്ങളൊക്കെ തുടരുന്നുണ്ട്. അതേസമയം തന്നെ മൂന്നാം ദിനം ഈ നിമഞ്ജനത്തിനായി കൊണ്ടുപോകും. അത് ഘോഷയാത്രയായി തന്നെ കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കടലിലേക്ക് ആണ് സ്വാഭാവികമായും തിരുവല്ലവാരം, കൊല്ലം, കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ അവിടെയും വൻ ഭക്തജന തിരക്കും ഒപ്പം വിശേഷാൽ പൂജകളും ഗണേശ ചതുർത്ഥി ദിനമായ ഇന്ന് നടക്കുന്നുവെന്നാണ് എം മനോജ് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കമന്റ് ബോക്സിൽ ധാരാളം പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. രാജീവ് UV അദ്ദേഹം ഓം ഗണപതായ നമ, അതോടൊപ്പം തന്നെ ജനം TV മുഴുവൻ പ്രേക്ഷകർക്കും ഗണേശ ചതുർത്ഥി ആശംസകൾ നേരുന്നുണ്ട്. രഞ്ജിത്ത് കുമാർ, അതോടൊപ്പം തന്നെ സുനിൽ മാത്തൂർ,
ശശി CR, അങ്ങനെ ധാരാളം പ്രേക്ഷകർ, ജനം TV-യുടെ പ്രേക്ഷകർക്കും ഒപ്പം ജനത്തിന്റെ റിപ്പോർട്ടർമാർക്കുമൊക്കെ വിനായക ചതുർത്ഥി ആശംസകൾ നേരുകയാണ്. തിരിച്ചും ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിനായക ചതുർത്ഥി ആശംസകൾ നേർന്നു. ഒപ്പം നല്ലൊരു ദിവസം ഇന്നത്തെ ദിനം ആശംസിക്കുകയാണ്. നമുക്ക് മറ്റ് ഗണപതി ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങൾ കൂടി വളരെ വേഗത്തിൽ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ കൊച്ചി ഇടപ്പള്ളിയിലെ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗണപതി ക്ഷേത്രങ്ങളിലൂടെ നമ്മൾ ഈ പ്രദക്ഷിണം നടത്തുന്ന ഘട്ടത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു മഹാക്ഷേത്രമാണ് ഇടപ്പള്ളിയിലെ ഗണപതി ക്ഷേത്രം. അവിടെ നിന്നുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കൂ. ഗൗതം, വിഘ്നേശ്വരന്റെ ജന്മദിവസം അത് ഹൈന്ദവ ജനതയെ സംബന്ധിച്ച് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ദിവസമാണ് വിനായക ചതുർത്ഥി. അന്നേ ദിവസം എല്ലാ മഹാഗണപതി ക്ഷേത്രങ്ങളിലും വലിയൊരു ഭക്തജന തിരക്ക് ഉണ്ടാകും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളി മഹാഗണപതി ക്ഷേത്രത്തിലാണ്. ഇവിടെ വലിയൊരു ഒഴുക്ക് തന്നെയുണ്ട്, ജനങ്ങളുടെ ഭക്തരുടെ ഒരു ഒഴുക്ക് തന്നെയുണ്ട്. കാരണം ഈ ഒരു ഗണപതി ക്ഷേത്രത്തിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഇടപ്പള്ളി സ്വരൂപത്തിന്റെ ഭാഗമാണ്. അതായത് ഇടപ്പള്ളി രാജകുടുംബത്തിന്റെ കുടുംബദേവതയാണ് ഇവിടുത്തെ മഹാഗണപതി. ഇടപ്പള്ളി രാജാക്കന്മാർ പണികഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം. ഈ സ്വരൂപത്തിന്റെ കേന്ദ്രത്തിൽ ഒത്ത നടുവിലായിട്ടാണ് ഈ ക്ഷേത്രം കുടികൊള്ളുന്നത്. കിഴക്കോട്ട് അഭിമുഖമായിട്ട് മഹാഗണപതി ദർശനം നൽകുന്നു. ഈ ഒരു ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് മുൻപൊരിക്കൽ ഇവിടെ മഹാഗണപതി ഹോമം നടന്ന സമയത്ത് ഗണപതി ഭഗവാൻ നേരിൽ പ്രത്യക്ഷപ്പെട്ട് ആ പൂജ സ്വീകരിച്ചു, ആ വഴിപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഭക്തജനങ്ങൾ എല്ലാ ദിവസവും ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട്. ഇന്ന് വിനായക ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ നിരവധി പേർ ഇവിടെ രാവിലെ 5 മണി മുതൽ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ ചില സമയ നിയന്ത്രണങ്ങളുണ്ട്. അതായത് രാജകുടുംബത്തിന്റെ വകയായിട്ടുള്ള അല്ലെങ്കിൽ രാജകുടുംബത്തിന്റെ ക്ഷേത്രമായതുകൊണ്ട് തന്നെ എല്ലാ ഭക്തർക്കും എല്ലാ സമയത്തും ഇവിടെ ദർശനമില്ല. പകരം രാവിലെ 5 മണി മുതൽ ഏകദേശം 7:30-8 മണി വരെ ദർശന സമയം ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിനുശേഷം രാജകുടുംബത്തിൻ്റെതായിട്ടുള്ള അംഗങ്ങൾക്കാണ് ഇവിടെ വന്ന് ദർശനം ഉണ്ടായിരിക്കുക. അതിനുശേഷം ഈ ഒരു വിനായക ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ ഒരു 9:30 ആ സമയത്ത് പിൻവാതിലിലൂടെ ദർശന സൗകര്യം ഉണ്ടാകും. വൈകുന്നേരം എല്ലാ ഭക്തർക്കും മഹാഗണപതിയെ ദർശിക്കാനായിട്ടുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വൈകുന്നേരം 5 മണി മുതൽ 7:30 വരെ മഹാഗണപതിയെ ദർശിക്കാനായിട്ട് ഭക്തർക്ക് കടന്നു ചെല്ലാം. എന്തായാലും 8 മണിക്ക് ശേഷം രാജകുടുംബത്തിൻ്റെതായിട്ടുള്ള ദർശന സൗകര്യമാണ് ഇവിടെ ഉള്ളത്. എന്തായാലും നിരവധി പേർ എല്ലാ ദിവസവും എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രം. അതോടൊപ്പം തന്നെ ഈ വിനായക ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ നിരവധി പേർ അത്യധികം അവരുടെ ഇടപ്പള്ളി മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നുള്ള വിശേഷങ്ങൾ രേഷ്മ ബാബു പങ്കുവെക്കുന്നു. ഇനി നമുക്ക് വളരെ വേഗത്തിൽ മലബാറിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. മലബാറിലെ വിശേഷങ്ങൾ അനഘ ഹർഷൻ നൽകും. അനഘ ഇപ്പോൾ ചേരുന്നത് കോഴിക്കോട് തളി ഗണപതി ക്ഷേത്രത്തിൽ നിന്നാണ്. അനഘ, നമ്മൾ നേരത്തെ തിരുവിതാംകൂർ, അതോടൊപ്പം തന്നെ മധ്യ തിരുവിതാംകൂർ, അങ്ങനെ കേരളത്തിന്റെ ഒരു ഭാഗത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഗണപതി ക്ഷേത്രങ്ങളിലൂടെ പ്രദക്ഷിണം വെച്ച് നമ്മളിപ്പോൾ മലബാറിലേക്ക് എത്തുകയാണ്. അവിടെ നിന്നുള്ള വിശേഷങ്ങൾ അനഘ നൽകണം. സ്വാഭാവികമായും ഈ തളി ഗണപതി ക്ഷേത്രം എന്ന് പറയുന്നത് കോഴിക്കോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ്. ധാരാളം ഭക്തർ വിനായക ചതുർത്ഥി നാളിൽ എത്തുന്ന ഒരു ക്ഷേത്രമാണ്. പറയൂ അനഘ. ഗൗതം, വിനായക ചതുർത്ഥി ആശംസകൾ. നിലവിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് തളി മഹാഗണപതി ക്ഷേത്രത്തിലാണ്. രാവിലെ മുതൽ ഈ ക്ഷേത്രത്തിലേക്ക് വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗണപതി ഹോമമാണ്. രാവിലെ 3:30 മുതൽ ഈ ഹോമം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഒരു 8:30 വരെ ഈ ഗണപതി ഹോമം, ഇത് ഭക്തജനങ്ങൾ വഴിപാടായി കഴിപ്പിക്കുന്നതാണ് ഈ ഗണപതി ഹോമം. ഇത് 8:30 വരെ നടക്കും എന്നാണ്. എന്തായാലും ഇവിടെ എല്ലായിടത്തും, ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് എല്ലായിടത്തും ഗണേശ മന്ത്രങ്ങളാൽ മുഖരിതമാണ്. നേരത്തെ നമ്മൾ ഈ പലഹാരപ്രിയനാണ് ഗണപതി ഭഗവാൻ. ഈ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് മോദകം. ആ മോദകം ഉണ്ടാക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടു. അതാണ് ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾ ഈ ഭഗവാന് വഴിപാടായി കഴിപ്പിക്കുന്നത്. മറ്റൊന്ന് ഈ കറുകമാല, അതും ഇവിടെ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർ വഴിപാടായി
കഴിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല രാവിലെ മുതൽ തന്നെ ഇത് കോഴിക്കോടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗണപതി ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഭക്തജനക്ക് തിരക്ക് ക്ഷേത്രത്തിലുണ്ട്. ഈ ക്ഷേത്രത്തിൽ നമ്മൾ ഈ കാണുന്നത് പോലെ ഇവിടെ ഒരു ആൽമരമുണ്ട്. ഈ ആൽമരത്തിന് 200 വർഷങ്ങൾക്ക് മുൻപ് ഈ ആൽമരത്തിന് ഈ താഴെ ഒരു ഗണപതി വിഗ്രഹം ഉണ്ടായിരുന്നു. ആ വിഗ്രഹത്തിന് ഭക്തരെത്തി പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം പിന്നീടാണ് ഈ ആൽമരത്തിൽ നിന്ന് ഈ വിഗ്രഹം മാറ്റി ഇതിനോട് ചേർന്ന് ഒരു സ്ഥലത്ത് ഈ ഗണപതി ക്ഷേത്രം പണി കഴിപ്പിക്കുന്നത്. അതാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം. അതിനുശേഷം പിന്നീട് വലിയ രീതിയിൽ ഭക്തർ ഒക്കെ തന്നെ ഈ ക്ഷേത്രം ഏറ്റെടുക്കുകയും അതിനുശേഷമാണ് ഈ രീതിയിൽ ഈ ക്ഷേത്രത്തിനൊരു വളർച്ച ഉണ്ടായിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഈ ക്ഷേത്രത്തിൽ വലിയ പ്രത്യേകതകളുണ്ട്, വലിയ വഴിപാടുകൾ കഴിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ ഗണപതി ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം. അതാണ് നിലവിൽ നടക്കുന്നത്. കറുകമാല ചാർത്തൽ, അതുപോലെ തന്നെ അപ്പം നേദിക്കൽ, മുക്കുറ്റി പുഷ്പാഞ്ജലി, ഇതൊക്കെ തന്നെ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ വഴിപാടായി നടക്കുന്നുണ്ട്. അത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പറയാതിരിക്കാൻ കഴിയാത്ത ഒന്ന്, 108 മുക്കുറ്റി അർപ്പിക്കുന്ന ഒരു വഴിപാടുണ്ട്. അത് എല്ലാ വിഘ്നങ്ങളും മാറ്റാൻ അത്യുത്തമമാണ്. അതുകൊണ്ട് തന്നെ ഭക്തരൊക്കെ തന്നെ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തരൊക്കെ തന്നെ ആ മുക്കുറ്റി അർപ്പിക്കുന്ന വഴിപാടായി അർപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇനി അല്പസമയത്തിന്, അതായത് നിലവിൽ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഗജപൂജ നടക്കുന്നുണ്ട്. ഗജപൂജയ്ക്ക് ശേഷം പിന്നീട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. നിലവിൽ ക്ഷേത്രത്തിൽ ഗജപൂജ നടക്കുകയാണ്. അതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഈ ഭക്തരാണ് ഇത്തരത്തിൽ ഇതിനായിട്ടുള്ള വഴിപാടുകളൊക്കെ തന്നെ കഴിപ്പിക്കുന്നത്. ആചാര്യ ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ ഗണപതി ഹോമം നടക്കുന്നത്. അത് തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിലെ മറ്റൊരു ചടങ്ങ്, ഇന്ന് വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങ് എന്ന് പറയുന്നത് ഈ ഗജ പൂജയാണ്. അതാണ് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭക്തരാണ് വഴിപാടായി ഈ ഗജപൂജയ്ക്കായിട്ടുള്ള വഴിപാട് കഴിപ്പിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഗജപൂജ നടക്കുന്നത്. കഴിഞ്ഞ 4 ദിവസവും ഈ ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ഗജപൂജ ഉണ്ടായിരുന്നു. ഇന്ന് ഏറ്റവും അവസാന ദിവസമാണ്. മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ഇന്ന് വിനായക ചതുർത്ഥി കഴിഞ്ഞതിന് ശേഷം ഈ ഗണപതി ഭഗവാന്റെ വിഗ്രഹം നിമഞ്ജനം ചെയ്യുന്ന ഒരു ചടങ്ങ് മറ്റ് എല്ലായിടത്തുമുണ്ട്. പക്ഷേ ഈ ക്ഷേത്രത്തിൽ അത്തരത്തിലൊരു നിമഞ്ജനം ഉണ്ടാകില്ല. സ്ഥിരം ആയിട്ട് ഉള്ള ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. എന്നാലും നമുക്ക് ഈ ഗജപൂജയെ സംബന്ധിച്ച് എന്താണ് ഗജപൂജ എന്നുള്ളത് ചോദിക്കാം. ക്ഷേത്രം ചെയർമാനായിട്ടുള്ള രാജഗോപാൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ ഗജപൂജ? ഗജപൂജ പറഞ്ഞ പ്രകൃതിയിൽ എല്ലാ സർവ്വചരാചരങ്ങളെയും ഉൾക്കൊള്ളുന്ന 2 ജന്തുക്കളാണുള്ളത്. ഒന്ന് പശു, രണ്ടാമത് ആന. ഗണപതിയോടനുബന്ധിച്ചിട്ടുള്ള ഗണപതിൻ്റെ രൂപം കൂടിയായ ആന ആണ് എന്നറിയാമല്ലോ. അപ്പോൾ ഗണപതിയോടനുബന്ധിച്ചിട്ടുള്ള പൂജാജപഹോമങ്ങൾക്ക് ആന വളരെ പ്രധാനപ്പെട്ട ഒരു നിർവഹിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇവിടെ ഗണപതി ഹോമം അവിടെ നടക്കുമ്പോൾ ഭഗവാനെ ഹോമകുണ്ഡത്തിൽ ആവാഹിച്ചിട്ടാണ് അവിടെ നമ്മൾ ചെയ്യുന്നത്. അതേ ഭഗവാനെ നമ്മൾ ഈ ആനയിൽ ആവാഹിച്ച് ഭഗവാനുള്ള എല്ലാ ഷോഡശോപചാരങ്ങളും ചെയ്ത് വസ്ത്രാദികൾ നമുക്കെല്ലാം പ്രത്യക്ഷമായിട്ട് ഭഗവാന് കൊടുക്കാൻ പറ്റും. മാലയിടാൻ പറ്റും, വസ്ത്രം അണിയിക്കാൻ പറ്റും, ചന്ദനം തൊടിയിക്കാൻ പറ്റും. എല്ലാം നമ്മൾ വേറെ ഒരു ഇതുപോലെ നമ്മൾ അവിടെ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷ്മമായിട്ടാണ് ചെയ്യുക. ഇവിടെ ആകുമ്പോൾ നമുക്ക് പ്രത്യക്ഷമായിട്ട്, ഇതിന് പ്രത്യക്ഷ ഗണപതി പൂജ, ഗണപതി ഹോമം എന്ന് പറയുന്നത്. അപ്പോൾ ഗജരാജനിൽ മഹാഗണപതിയെ ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് പ്രത്യക്ഷമായി ചെയ്യുന്ന പൂജയാണ് ഗജപൂജ. അതായത് എല്ലാ ദോഷങ്ങൾക്കും, അതായത് നമ്മൾ ഇത് ഒരാൾക്ക് വേണ്ടി ചെയ്യുന്നതല്ല, എല്ലാവരും ഭക്തജനങ്ങൾ ചീട്ടാക്കി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ ലോകക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഒരുപാട് കൊല്ലങ്ങളായിട്ട് നമ്മൾ ഈ ക്ഷേത്രത്തിൽ 5 ദിവസം, ഈ ഉത്സവത്തിൻ്റെ 5 ദിവസവും നമ്മളിവിടെ ഒരു ഗജരാജനെ കൊണ്ടുവന്ന് നമ്മൾ ചെയ്യുന്നത്. നേരത്തെയൊക്കെ ചെറിയ കുട്ടി ഗജ വരിക. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊന്നും തീരെ പെർമിഷൻ കിട്ടാത്ത കാരണം ഇപ്പോൾ സാധാരണ രീതിയിലുള്ള ഗജങ്ങളാണ് ഇവിടെ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ലോകക്ഷേമത്തിന് വേണ്ടിയിട്ട്, എല്ലാ സർവ്വഹിതത്തിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഭാരതത്തിന് വേണ്ടി മാത്രമല്ല, മൊത്തം വിശ്വത്തിന് വേണ്ടിയിട്ടുള്ള ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഈ ഗജപൂജ നമ്മൾ ചെയ്യുന്നത്.
അത് തന്നെയാണ് ഗൗതം. അതായത് നിലവിൽ ഇപ്പോൾ ഗജപൂജ നടക്കുകയാണ്. ഭക്തർ വഴിപാടായി കഴിപ്പിക്കുന്നതാണ് ഈ ഗജപൂജ. കഴിഞ്ഞ 4 ദിവസവും ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ഗജപൂജ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നതും ഈ ഗജപൂജ തന്നെയാണ്. മാത്രമല്ല മറ്റൊന്ന്, ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് രാവിലെ 3:30 ഇവിടെ ഗണപതി ഹോമം ആരംഭിച്ചത്. അതിനുശേഷം ഇനിയിപ്പോൾ 8:30 വരെ ഗണപതി ഹോമം ഉണ്ടാകും എന്നാണ്. എന്തായാലും ക്ഷേത്രത്തിലേക്ക് വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് ആ ദൃശ്യങ്ങളിൽ അനഘ കാണാൻ കഴിയുന്നുണ്ട്. വലിയ ഭക്തജന തിരക്ക് ഈ ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നു. ഒപ്പം ഗജപൂജ നടക്കുന്ന ക്ഷേത്രം കൂടിയാണ്. കോട്ടയം ജില്ലയിലെ മള്ളിയൂരിലും ഇന്ന് 10 മണിയോടുകൂടി ഗജപൂജ നടക്കും. വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് നടക്കുന്ന ഏറ്റവും വിശേഷാൽ ചടങ്ങുകളിൽ ഒന്നാണ് ഗജപൂജ. കോഴിക്കോട് തളി ഗണപതി ക്ഷേത്രത്തിൽ നിന്നുള്ള വിശേഷങ്ങളാണ് അനഘ ഹർഷൻ പങ്കുവച്ചത്. ഒരു ഇടവേള എടുത്ത ശേഷം വേഗം മടങ്ങിയത്. ഗോബോ നന്ദിര ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും.